ഹരി, അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലാൻഡ് എന്നുള്ളത്. ഇപ്പോൾ ഈ അർജന്റീനയെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഒരുപാട് ടീമുകൾ വന്നുപോയി. അപ്പോൾ ഈ ഒരു ക്വാർട്ടർ ഫൈനലിലെ അവസാനം 8ലേക്ക് വരുമ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുമുള്ള ഏക ടീം എന്നുള്ളത് അർജന്റീനയാണ്. നിലവിലെ ചാമ്പ്യന്മാരാണ്. ഏതാണ്ട് ആ ചാമ്പ്യൻ ടീമിനെ നിലനിർത്തി വന്ന ടീമാണ്. കിരീടവും കൂടി അവർ നിലനിർത്തുമെന്നാണ് അവർ തുടക്കത്തിലെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. സ്വിറ്റ്സർലാൻഡ് മറുപുറത്ത് നമുക്കറിയാം വളരെ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അധികം ശബ്ദ കോലാഹലങ്ങളൊന്നുമില്ലാതെ അധികം ഹൈപ്പുകളോ അല്ലെങ്കിൽ അധികം വാഗ്വാദങ്ങളൊന്നുമില്ലാതെ സിമ്പിളായിട്ട് വരുന്നു, നന്നായി കളിക്കുന്നു. ആതിഥേയരായ കാനഡയെ അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ പരാജയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ സിമ്പിളായി കളിച്ചു വന്ന് അടുത്ത റൗണ്ടിലേക്ക് കയറി അവിടെയും അവിടെ അൾജീരിയക്കെതിരെ സിമ്പിളായിട്ട് വിൻ ചെയ്തു, ഒരു ക്ലീൻ വിൻ. പക്ഷെ അതൊന്നും നമ്മൾ അല്ലാണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. കാരണം കളിക്കുന്നത് സ്വിറ്റ്സർലാൻഡ് അല്ലേ, അത് ഇന്ന് വരും നാളെ പോകുമെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകുന്നു. തൊട്ടടുത്ത മത്സരത്തിലേക്ക് വരുന്നു. അവിടെ കൊളംബിയക്കെതിരെ ഇറങ്ങുമ്പോഴാണ് ഈ ഒരു ടീമൊന്ന് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. കാരണം കൊളംബിയ നമ്മൾ അവസാനം 8 പ്രതീക്ഷിച്ച ഒരു ടീമാണ്, അല്ലെങ്കിൽ ഒരുപാട് മുന്നോട്ടേക്ക് പോകുന്ന പ്രതീക്ഷിച്ച ടീമായിരുന്നു. പക്ഷേ കൊളംബിയ സമനിലയിൽ പിടിച്ച് പെനാൽറ്റി ഷൂട്ടുകളിൽ അവർ വിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു മാച്ച് ഒരു യൂറോപ്യൻ ടീം വേഴ്സസ് ഒരു ലാറ്റിൻ അമേരിക്കൻ ടീം, അല്ലെങ്കിൽ ഒരു സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് അർജന്റീന എന്നുള്ള ഒരു മാച്ചിനെ നമുക്ക് എത്തരത്തിൽ നോക്കിക്കാണാം? എന്തായിരിക്കും ആ മത്സരത്തിൻ്റെ ഔട്ട്പുട്ടിനുള്ള സാധ്യതകൾ? സ്വിറ്റ്സർലാൻഡ് ഇപ്പോൾ ഹസി പറഞ്ഞ പോലെ തന്നെ തുടക്കം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മാച്ച് അവർ ഖത്തറിനോടൊരു സമനില വഴങ്ങുന്നതാണ് കണ്ടത്. അത് നമുക്കറിയാം ഒരു ആദ്യ മത്സരത്തിൻ്റെ ഒരു ഇതായിരുന്നു. പക്ഷേ രണ്ടാം മത്സരത്തിൽ അവർ നല്ലൊരു ചേഞ്ച് ചെയ്യുന്നുണ്ട്. ബോസ്നിയക്കെതിരെ കണ്ട് 4-1 നല്ല വലിയ സ്കോറിന്. ആ മത്സരം തൊട്ടാണ് എനിക്ക് തോന്നുന്നു സ്വിറ്റ്സർലൻഡിൻ്റെ കളി മാറുന്നത്. വാൻസാമ്പി എന്നുള്ളൊരു പ്ലെയർ ഇറങ്ങി വരുന്നു, അദ്ദേഹത്തിന് ആ ഒരു കളി നേരെ തിരിക്കുന്നൊരു കാഴ്ചയും കണ്ടു. അപ്പോൾ ഈ കളിയിൽ മാൻസാമ്പി ഇല്ല. അപ്പോൾ ഈ ഒരു വേൾഡ് കപ്പിൽ എടുക്കുകയാണെങ്കിൽ സ്വിറ്റ്സർലാൻഡ് 9 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അതിൽ 5 ഗോളിൻ്റെയും കോൺട്രിബ്യൂഷൻ മാൻസാമ്പിക്കാണ്, ഗോളും അസിസ്റ്റുമായിട്ട്. സോ മാൻസാമ്പിയുടെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് അങ്ങനെ പറയാം. ഒരു യുവതാരമാണെങ്കിൽ പോലും അദ്ദേഹം എങ്ങനെയാണ് സ്വിറ്റ്സർലാൻഡിൻ്റെ ഗോളുകളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഡിഫൻസ് നമുക്കറിയാം, ഡിഫൻസ് ശക്തമാണ്. അതായത് ഈ ഒരു വേൾഡ് കപ്പിൽ ആകെ 3 ഗോൾ അങ്ങോട്ട് കൺസീഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അത് ഗ്രൂപ്പ് സ്റ്റേജിൽ മാത്രം. ദെൻ അൾജീരിയക്കെതിരെയും ക്ലീൻ ഷീറ്റാണ്, കൊളംബിയക്കെതിരെയും ക്ലീൻ ഷീറ്റാണ്. കൊളംബിയയുടെ അറ്റാക്ക് നമുക്ക് എങ്ങനെയാണെന്നറിയാം. സോ അതിനെല്ലാം തടഞ്ഞു നിർത്തുന്നതാണ് അവർ. സോ ഡിഫൻസ് തന്നെയായിരിക്കും ഈ ഒരു മത്സരത്തിൽ എനിക്ക് തോന്നുന്നത് സ്വിറ്റ്സർലാൻഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതേസമയം അറ്റാക്കിൽ മാൻസാമ്പി കളിക്കുകയാണെങ്കിൽ ഇഞ്ചുറിയുടെ ഒരു പറയുന്നുണ്ട്, കഴിഞ്ഞ മത്സരത്തിലില്ല, ഒരു നീ ഇഞ്ചുറി, അദ്ദേഹത്തിന് ട്രെയിനിങ്ങിലൊരു നീ ഇഞ്ചുറി വന്നതാണ്. അത് ഈ മത്സരത്തിലേക്ക് വരുമോ എന്നറിയില്ല. മാൻസാമ്പി വന്നാൽ ആയിരിക്കും അവരുടെ അറ്റാക്കിലെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. എംബോളോയ്ക്ക് കുറച്ചും കൂടി സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനോ അസിസ്റ്റ് കൊടുക്കാനൊക്കെ മാൻസാമ്പിയുടെ ഇൻഫ്ലുവൻസ് വേണം. സോ ഡിഫൻസ് തന്നെയായിരിക്കും സ്വിറ്റ്സർലാൻഡിൻ്റെ സ്ട്രെങ്ത്ത്. അവിടെ നോക്കുകയാണെങ്കിൽ അർജന്റീനയുടെ സ്ട്രെങ്ത്ത് അറ്റാക്കാണ്. അപ്പോൾ അറ്റാക്ക് വേഴ്സസ് ഡിഫൻസ് തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാൻ സാധ്യത. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടർ അറ്റാക്കിൽ നമ്മൾ ഈ കണ്ട അർജന്റീനയുടെ മാച്ചസിലൊക്കെ കൗണ്ടർ അറ്റാക്കിൽ ഭയങ്കര വൾണറബിലിറ്റി വരുന്നത് നമ്മൾ കണ്ടു. ഈ ഈജിപ്തിനെതിരെയുള്ള മാച്ചിൽ ഒരു ഗോൾ നേടിയത് കൗണ്ടർ അറ്റാക്കിലൂടെയാണ്. അപ്പോൾ അത് തന്നെയായിരിക്കും, അത് എല്ലാ ടീമുകളും കണ്ടിട്ടുണ്ടാവും, എങ്ങനെയാണ് അർജന്റീനയെ തോൽപ്പിക്കുക എന്നുള്ളത് അവർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് സ്വിറ്റ്സർലാൻഡിന് അറിയാം. അപ്പോൾ സ്വിറ്റ്സർലാൻഡ് പ്ലാൻ അത് തന്നെയായിരിക്കും. ദെൻ ഡിഫൻസ് സ്ട്രോങ് ആണ്. ഡിഫൻസ് അവസാനം വരെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ് ഇനിയുള്ള അർജന്റീനയ്ക്കെതിരെയുള്ള മത്സരങ്ങളിൽ എല്ലാ ടീമുകളും നോക്കുക. ഈ നമ്മൾ പറഞ്ഞില്ലേ, അർജന്റീന ഫാൻ സമ്മർദ്ദമില്ലാതെയാണ് കാണുന്നത്. സമ്മർദ്ദമുണ്ട്, ഇനി അങ്ങോട്ട് സമ്മർദ്ദമാണ്. ചെറിയ ടീമുകളാണ് അർജന്റീനയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ അവസാനം വരെ ഡിഫൻസ് സോളിഡാക്കി വെക്കുക എന്നായിരിക്കും സ്വിറ്റ്സർലാൻഡിൻ്റെ പ്ലാൻ. മെസ്സിയെ പൂട്ടുക എന്നായിരിക്കും. നമുക്കറിയാം എല്ലാ ടീമും അർജന്റീനയ്ക്കെതിരെ വരുമ്പോൾ മെസ്സിയെ പൂട്ടുക, മെസ്സിയിലേക്കുള്ള കണക്ഷൻസ്, അതായത് മെസ്സിക്കുള്ള ഇന്നും ഔട്ടും തടയുക എന്നല്ലായിരിക്കും. അത് ഈജിപ്തും ഒരു പരിധിവരെ സക്സസ്ഫുൾ ആണെന്ന് തെളിയിച്ചു, കേപ്പ് വെർദിയും ഒരു പരിധിവരെ സക്സസ്ഫുൾ ആണെന്ന് തെളിയിച്ചു. പക്ഷേ അവസാന നിമിഷമാകുമ്പോൾ അത് വിട്ടുപോകുന്നു എന്നുള്ളതാണ് ഇവരുടെ രണ്ടുപേരുടെയും കഴിഞ്ഞ പ്രശ്നം. അത് ഇല്ലാതിരിക്കുകയാണെന്ന് സ്വിറ്റ്സർലാൻഡ് ഇപ്പോൾ നമുക്കറിയാം, അവർക്ക് ഈ ഒരു ഫുട്ബോൾ കളിച്ച ശീലമുള്ള പ്ലെയേഴ്സ് ഉണ്ട്. സാക്കയെ പോലുള്ള പ്ലെയേഴ്സ് ഉണ്ട്, അക്കാഞ്ചെ പോലുള്ള ഡിഫൻസിലെ പ്ലെയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എൽവെഡി, അതുപോലെ ഈ യൂറോപ്പിൽ കളിച്ച് പരിചയമുള്ള ഈ റോഡ്രിഗസൊക്കെ അദ്ദേഹത്തിന് ഏജ് ആയെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഫാക്ടർ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കറിയാം എങ്ങനെ ആ ഒരു കോമ്പാക്റ്റ് ആയിട്ട് നിൽക്കണമെന്നുള്ളതറിയാം. അതുകൊണ്ട് തന്നെ സ്വിറ്റ്സർലാൻഡിൻ്റെ ഡിഫൻസ് ആയിരിക്കും ഏറ്റവും വലിയ വെല്ലുവിളി അർജന്റീനയ്ക്ക്. അതെങ്ങനെ പൊളിക്കുമെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു മാച്ചിൽ നോക്കേണ്ടത്. നമ്മൾ ഈ സാക്കയെ പറ്റി സംസാരിക്കേണ്ടതുണ്ട്. കാരണം ഗ്രാനിറ്റ് സാക്ക എന്നുള്ള പ്ലെയർ, അല്ലെങ്കിൽ നമ്മൾ ഈ സ്വിറ്റ്സർലാൻഡ് ടീം എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക്
എക്കാഞ്ചിയോ എംബോളയോ എന്തിനും മാൻസാബി പോലും അല്ല ഓർമ്മകളിൽ വെക്കുക. ഇനിയോ ആയാലും ഓർമ്മ വരിക 2 പേരുകളായിരുന്നു. ഒന്ന് ഷാക്കിരിയാണ്, ഒന്ന് ഷാക്കയാണ്. ഈ 2 താരങ്ങളായിരുന്നു. ഷാക്കിരി ഈ വർഷം കളിക്കുന്നില്ല, ഷാക്കയാണ് അവരുടെ ഒരു മെയിൻ മാൻ. അപ്പോൾ ആളുടെ ഒരു വേൾഡ് കപ്പിലെ പെർഫോമൻസ് നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം ഏജ് ഒരു വലിയ ഫാക്ടറാണ്, പ്രത്യേകിച്ച് ഒരു മിഡ്ഫീൽഡ് ജനറലിന്. കാരണം കളിയുടെ ടെമ്പോ ഓരോ മൊമെൻറ്റവും ഒക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കളിയുടെ ഒഴുക്കിനനുസരിച്ച് സ്പീഡ് മാറ്റണം. അത് സ്വന്തം സ്പീഡായാലും ശരി, ഗെയിം സ്പീഡായാലും ശരി, അതൊക്കെ മാറ്റേണ്ട ഒരു റോളാണ്. അപ്പോൾ ആള് സണ്ടർലാൻഡിൽ പോയി ചെയ്തൊരു വിപ്ലവം നമ്മൾ കണ്ടതാണ്. കാരണം ആൾ ബയർ ലെവർകൂസനിൽ കളിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ഗെയിമാണ്, ബുണ്ടസ് ലീഗയുടെ ഒരു ടഫ്നെസ് നമുക്കറിയാം. പക്ഷേ പ്രീമിയർ ലീഗിലേക്ക് വന്ന് ആ ടീമിനെ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് അയാൾ ചെയ്തൊരു പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. അത് കാരണം അയാൾക്ക് ചെൽസിയിൽ നിന്നും ഒരു ഓഫർ വരെ ടീം പ്രപ്പോസ് ചെയ്തു, മുന്നോട്ടേക്ക് വെച്ചു. കാരണം ഷാബി അലോൺസോ ഒക്കെ അറിയാം ഗ്രാനിറ്റ് ഷാക്കയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. ലെവർകൂസൻ ലെവലിൽ ഒരുമിച്ച് ചെയ്തതാണ്. അപ്പോൾ ഒരു ഓഫർ വരെ വെക്ക് നമ്മൾ കണ്ടു. അതായത് ഈ ഒരു വേൾഡ് കപ്പിലെ പെർഫോമൻസ് കൂടി പരിഗണിച്ചിട്ടാണ് ആ ഒരു ഓഫർ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് സാക്കയുടെ ഒരു റോള്? സാക്കയ്ക്ക് എന്തായിരിക്കും അർജന്റീനക്കെതിരെ റോൾ ഉണ്ടാവുക ടീമിൽ? സണ്ടർലാൻഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. സണ്ടർലാൻഡ് എങ്ങനെയാണ് അദ്ദേഹം ആ സണ്ടർലാൻഡ് ടീമിനെ ഒരു ചാമ്പ്യൻ ടീംസിനെതിരെ, യുണൈറ്റഡ് വരുന്നു, സിറ്റി വരുന്നു, ലിവർപൂൾ വരുന്നു, ആ ടീമുകൾക്കെതിരെ സണ്ടർലാൻഡിന് ഒരു മികച്ച പെർഫോമൻസ്, അതായത് ഒരു ടോപ്പ് ക്ലാസ് പെർഫോമൻസ് പുറത്തെടുക്കാൻ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് സാക്കയുടെ ആ ഒരു പ്രസൻസ് തന്നെയാണ്. അപ്പോൾ അത് ഈ ഒരു സ്വിറ്റ്സർലാൻഡ് ടീമിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് എങ്ങനെ ആ ഡിഫൻസിനെ അല്ലെങ്കിൽ മിഡ്ഫീൽഡിൽ എങ്ങനെ കളി പിടിക്കണമെന്നും, അതേപോലെ തന്നെ ഈ മിഡ്ഫീൽഡിനെ ഡിഫൻസിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എങ്ങനെ കളിക്കണമെന്നും ഒക്കെ സാക്കയുടെ ആ ഒരു കമാൻഡിങ് പവറും സാക്കയുടെ ആ ഒരു പെർഫോമൻസും ആ ഒരു ക്യാപ്റ്റൻസിയും നമുക്ക് ഈ ഒരു മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഒപ്പം സാക്കയുടെ പാസിംഗ് റേഞ്ച് നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. സാക്കയുടെ പാസിംഗ് റേഞ്ചും പ്ലസ് സാക്കയുടെ ഗോൾ സ്കോറിങ് അബിലിറ്റിയും. അപ്പോൾ ചുരുക്കം ചില അവസരങ്ങൾ മാത്രമാണ് സ്വിറ്റ്സർലാൻഡിന് ലഭിക്കുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ ആ അവസരങ്ങളിൽ സാക്കയുടെ കയ്യിലൊരു നല്ലൊരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ സാക്ക എന്തായാലും അത് ഗോളാക്കി മാറ്റും. സോ അപ്പോൾ സാക്കയ്ക്ക് 2 റെസ്പോൺസിബിലിറ്റിയാണ്. അവസരം കിട്ടിയാൽ ഗോളടിക്കുക, ഒപ്പം അർജൻറ്റീനയുടെ ഫയർ പവർ അറ്റാക്കിനെ ഒരുമിച്ച് നിർത്തുക, അറ്റാക്കിനെതിരെ സ്വിറ്റ്സർലാൻഡ് ഡിഫൻസിനെ ഒരുമിച്ച് കമാൻഡ് ചെയ്ത് നിർത്തുക എന്നുള്ളത്. അതായത് ഇവരുടെ ഈ സണ്ടർലാൻഡിനെ ഈ ഒരു പ്രീമിയർ ലീഗ് സീസണിൽ അവർ കുറേ സമയം വരെ, ഒരു ടൈം വരെ അവർ ഹോമിൽ അൺബീറ്റൺ ആയിട്ട് പോയിരുന്നു. അപ്പോൾ ആ മത്സരങ്ങളിൽ ഇവരുടെ ശക്തി കേന്ദ്രമായിട്ട് നിന്നിരുന്നത് ഡിഫൻസാണ്, ഇവരുടെ ശക്തി കേന്ദ്രമായി നിന്നിരുന്നത്. അപ്പോൾ അത് തന്നെയായിരിക്കും സ്വിറ്റ്സർലാൻഡിലും ഈ അദ്ദേഹത്തിൻ്റെ ഒരു ആ ഡിഫൻസിനെ കോമ്പാക്റ്റ് ആക്കി നിർത്തുക, മാച്ച് കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതായിരിക്കും സാക്കയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ സാക്കയുടെ കേസ് നമ്മൾ പറയുന്നു, സാക്ക ആയിരിക്കും ഒരുപക്ഷെ സണ്ടർലാൻഡിൻ്റെ മെയിൻ മാൻ. മാൻസാബി വന്നിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും സാക്ക ആയിരിക്കും ഒരു മെയിൻ മാൻ. അർജന്റീനയ്ക്ക് അത് മെസ്സിയാണ്. അപ്പം നമ്മൾ ഈ ഒരു ചർച്ചകളൊക്കെ നടക്കുമ്പം മെസ്സിയെ പൂട്ടിയാൽ അർജന്റീനയെ പൂട്ടാമെന്ന് ഇപ്പോഴും ആളുകൾ പറയുന്നുണ്ട്. അതിന് കാരണം ഈ ഒരു വേൾഡ് കപ്പിലെ റണ്ണ് നോക്കിയാൽ മതി. എല്ലാ മത്സരങ്ങളിലും ഒരു മെസ്സി മയമുണ്ട്. ഏത് മാച്ചിലും മെസ്സിക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വന്നിട്ടായാലും പോലും മെസ്സി സ്കോർ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അർജന്റീനയുടെ ടോപ്പ് സ്കോററാണ് മെസ്സി. ഒരൊറ്റ അസിസ്റ്റ് മാത്രമാണ് ഇതുവരെ മെസ്സിക്കുള്ളത്. നമ്മൾ സാധാരണ മെസ്സിയിൽ നിന്നും അസിസ്റ്റുകൾ പലപ്പോഴും കാണാറുണ്ട്. ഈ ഒരു വേൾഡ് കപ്പിൽ മെസ്സി സ്കോർ ചെയ്യാനായിട്ട് ഇരിക്കുന്ന ഒരു രീതി നമ്മൾ, അതായത് മെസ്സിക്ക് ഇനി നേടാനുള്ളത് നമ്മൾ പറഞ്ഞ പോലെ ഒരു ഗോൾഡൻ ബൂട്ട് കൂടിയാണ് നേടാനുള്ളത്. അത് വേൾഡ് കപ്പിൻ്റെ ഗോൾഡൻ ബൂട്ട്. പക്ഷേ അതിലേക്കും കൂടി എയിം വെച്ച് മെസ്സി കളിക്കുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് എല്ലാ ടീമുകൾക്കും അറിയാം മെസ്സിയെ പൂട്ടിയാൽ അർജന്റീനയെ പൂട്ടാമെന്നുള്ളത്, പക്ഷേ അതൊരിക്കലും നടക്കുന്നില്ല. അതിനൊരു കാരണം ഞാൻ കണ്ടത് മെസ്സി, നമ്മൾ ഈ പറയുന്ന പോലെ മെസ്സി സ്കാൻ ചെയ്യുന്ന രീതിയാണ്. അതായത് ഡിഫൻഡേഴ്സ് ഒന്ന് നോക്കുമ്പോൾ മെസ്സി തൊട്ടടുത്തുണ്ട്. നെക്സ്റ്റ് മൊമെൻറ്റ് മെസ്സി മറ്റൊരു പൊസിഷനിലാണ്. മെസ്സി ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് നടക്കുക, നമ്മൾ ഈ വാട്ടർ ഗ്ലൈഡർ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഒഴുകി നടക്കുക എന്നുള്ള രീതിയാണ് മെസ്സി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മെസ്സിയെ ഒരു മാൻ ടു മാൻ മാർക്കിംഗ് എന്നുള്ള രീതി ഒരു ടീമും യൂസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാബോ വെർഡെ നടത്തിയ പോലെ, ഈജിപ്ത് നടത്തിയ പോലെ തന്നെ മെസ്സിയിലേക്കുള്ള സപ്ലൈ കട്ട് ചെയ്യുക. മെസ്സിയിലേക്ക് പന്തെത്താതിരുന്നാൽ മെസ്സിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ടീമുകൾ നോക്കുക. അതുകൊണ്ട് തന്നെ സാക്കയ്ക്കായിരിക്കും ഒരു പക്ഷേ മെസ്സിക്കുള്ള ഒരു പാസിനെ, മിഡ്ഫീൽഡിൽ നിന്ന് വരുന്ന പാസുകളെ ഒരു തടഞ്ഞു നിർത്തുക, അല്ലെങ്കിൽ അതിനെ അവിടേക്ക് എത്താതുള്ള ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രധാന ഉത്തരവാദിത്വം സാക്കയായിരിക്കും. അപ്പം അതാണ് ഞാൻ നോക്കി കാണുന്ന ഒരു ഹീറ്റഡ് ക്ലാഷ് ഇൻ ദ സെൻസ് ഒരു ഫേസ് ഓഫ് എന്നുള്ളത്. കവചം തീർക്കുക. അപ്പോൾ അതായത് സാക്ക നയിക്കുന്ന ഒരു ഡിഫെൻസീവ് ബാരിയറും മെസ്സി നടത്തുന്ന ഒരു അറ്റാക്കും ഉണ്ട്. ഈ ടീമുകൾ അല്ലെങ്കിൽ ഈ ഒരു സോണുകൾ തമ്മിലുള്ള ഒരു ഫൈറ്റ് എന്തായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിൻ്റെ ഗതി നിർണ്ണയിക്കാന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ സ്വിറ്റ്സർലാൻഡിൻ്റെ കാര്യം പറയുന്നതിന് കാരണം അർജന്റീന നല്ല ടീമാണ്. അർജന്റീന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് കളിക്കുന്നത്. സ്വിറ്റ്സർലാൻഡ് നമുക്ക് അറിയില്ല അധികം. സ്വിറ്റ്സർലാൻഡിൻ്റെ ശൈലി എങ്ങനെയാണെന്നുള്ളത് നമ്മളിപ്പോൾ പറയുന്നത്. അതായത് അർജന്റീന മോശമാണെന്ന് അർജന്റീന അതാണെന്ന് പറയുന്നില്ല. അർജന്റീനയ്ക്ക് കളിക്കാൻ അറിയാം. അർജന്റീന ഒരു അറ്റാക്കിംഗ് ടീമാണെന്ന് നമുക്കറിയാം.
പക്ഷേ അർജൻറ്റീനയ്ക്ക് വൾണറബിലിറ്റീസ് ഉണ്ട്. അതെങ്ങനെ സ്വിറ്റ്സർലൻഡ് ഉപയോഗിക്കും, അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിൻ്റെ സ്ട്രോങ് പോയിന്റ് എന്താണ് നമ്മൾ പറയുന്നത്? ഇപ്പോൾ ഡിഫൻസിൻ്റെ കേസ് നമ്മൾ പലപ്പോഴും സംസാരിച്ചു. കഴിഞ്ഞ മത്സരത്തിൽ ഡിഫൻസ് കാര്യമായി പണിപ്പെട്ടു അർജന്റീനയുടെ. അവസാന മിനിറ്റുകൾ അവർ നടത്തിയ ശ്രമം അല്ലെങ്കിൽ ക്ലിയറൻസ് ബ്ലോക്കൊക്കെ കാരണം അർജന്റീനയ്ക്ക് കാര്യമായി ഗോൾ കൺസിഡർ ചെയ്യേണ്ടി വന്നിട്ടില്ലെങ്കിലും ആ വന്ന 2 ഗോളുകൾ അല്ലെങ്കിൽ സ്കോർ ചെയ്യപ്പെട്ട 3 ഗോളുകൾ, ഒന്ന് ഫൗൾ കാരണം വന്ന് ഡിസലവ് ചെയ്യപ്പെട്ട ഗോളുണ്ട്. ഈ സ്കോർ ചെയ്യപ്പെട്ട 3 അവസരങ്ങളിലും നമ്മൾ ഡിഫൻസിൻ്റെ കാര്യമായ വൾണറബിലിറ്റി കണ്ടതാണ്. ഒരു നല്ല സ്പീഡി കൗണ്ടർ വരുമ്പോഴേക്ക് ഒരു ഡിഫൻസിൻ്റെ ഷേപ്പ് ബ്രേക്ക് ആവുന്നുണ്ട്. പല പ്ലെയേഴ്സിനും അറ്റാക്കിംഗ് സോണിൽ പൊസിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, സിമ്പിളായിട്ട് പൊസിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ഈസി ഫിനിഷ് അവിടെ നടക്കുന്നുണ്ട്. ഇനി ഡിഫൻസിൻ്റെ സോളിഡിറ്റി ഒന്നും വേണ്ട, നമ്മൾ ക്യാബോ വെർഡെയൊക്കെയുള്ള മത്സരത്തിലെ ഗോൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത് ലോങ് റേഞ്ച് ട്രൈ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെ എമി മാർട്ടിനസിന് ഗ്രൂപ്പ് ഘട്ടത്തിൽ കാര്യമായി പരീക്ഷണങ്ങൾ വരാത്തത് കൊണ്ട് തന്നെ നോക്കൗട്ടിലേക്ക് എത്തുമ്പോഴും ആളുടെ ഒരു റിജിഡിറ്റി വരുന്നുണ്ട്. നമ്മൾ കാണുന്ന ഒരു ഹാർഡ്നെസ് ഉണ്ട്. ആളിപ്പോഴും ഒരു ഫ്ലെക്സിബിൾ ആവാത്ത പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത് പറയുമ്പോൾ ആളുകൾ പറയും ക്യാബോർഡെക്കെതിരെയുള്ള ആ ഒരു സേവ് കണ്ടിട്ടില്ല എന്നുള്ളത്. 1-2 അവസരങ്ങൾ ആൾക്ക് സേവ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കാര്യമായി പരീക്ഷണങ്ങൾ വരാത്തത് കൊണ്ട് തന്നെ തുടർന്നുള്ള മത്സരങ്ങളിലും അതേ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുമ്പോൾ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ട ഒരു കേസാണ്. പക്ഷേ പെനാൽറ്റി ഷൂട്ടൗട്ട് പോലത്തെ ഒരു ബിഗ് സ്റ്റേജിലേക്ക് എത്തുകയാണെങ്കിൽ, ഒരു ഡിസിസീവ് മൊമെൻറ്റിലേക്ക് എത്തുകയാണെങ്കിൽ എമി മാർട്ടിനസിനെ കടന്നു പോവുക എന്നുള്ളത് സ്വിറ്റ്സർലാൻഡ് നന്നായി പാടുപെടും. കാരണം അവരൊരു ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ സ്വിറ്റ്സർലാൻഡ് അത് 120 മിനിറ്റ്സിൻ്റെ ഉള്ളിലെങ്കിലും 90 മിനിറ്റ്സാണ് അവരുടെ ലക്ഷ്യം. ഇനി അതിൽ സാധിച്ചില്ലെങ്കിൽ 120 മിനിറ്റ്സ് എങ്കിലും മത്സരം വിജയിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നതായിരിക്കും സ്വിറ്റ്സർലാൻഡ് എടുക്കുക. കാരണം പെനാൽറ്റിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ എമി മാർട്ടിനസ് മുന്നിൽ അവർക്ക് വീണ്ടും അടിപതറേണ്ടി വരും. സ്വിറ്റ്സർലാൻഡിനും പെനാൽറ്റിയിലൊരു ഭാഗ്യമുണ്ട് കേട്ടോ, ഭാഗ്യമല്ല, ഒരു കോർ സ്ട്രെങ്ത് ഉണ്ട് അവരുടെ കോബൽ എന്നുള്ളൊരു ഗോൾ കീപ്പർ. കാരണം കഴിഞ്ഞ മത്സരത്തിൽ കൊളംബിയയുടെ എണ്ണം പറഞ്ഞ 2 ഷോട്ടുകളാണ് സേവ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകാൻ ഒരിക്കലും സ്വിറ്റ്സർലൻഡ് ആഗ്രഹിക്കില്ല. എന്നാൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു റിസർവ് ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് കയ്യിലൊരു സ്ട്രെങ്ത് ഉണ്ട്. പെനാൽറ്റി ഷൂട്ടൗട്ട് എപ്പോഴും ഒരു നിർഭാഗ്യം എന്ന് നമുക്ക് തന്നെ അങ്ങനെ പറഞ്ഞ് അവസാനിക്കുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ, അതായത് അർജൻറ്റീനയ്ക്ക് വൾണറബിലിറ്റീസ് ഉണ്ട്, ആ ഡിഫൻസിലെ വൾണറബിലിറ്റീസ് ഉണ്ട്. ഇവരുടെ ഡാനൻഡോയെ അല്ലെങ്കിൽ എംബോളോ, മാൻസാമ്പി പോലുള്ള സ്പേസി അറ്റാക്കേഴ്സ് ഉള്ളപ്പോൾ കൗണ്ടർ അറ്റാക്ക് തന്നെയായിരിക്കും സ്വിറ്റ്സർലാൻഡ് ഒരു ശൈലി എന്ന്, അതായത് ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത മത്സരത്തിലേക്ക് പോകും, അതായത് ഇംഗ്ലണ്ട് വേഴ്സസ് നോർവേ, ഹാരി കെയ്ൻ വേഴ്സസ് ഹാലൻഡ് നോക്കുകയാണെങ്കിൽ അതിനെ മാറ്റി എഴുതാം. അപ്പോൾ ആ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ അറ്റാക്ക് തന്നെയാണ്. ഇവരുടെയും നോർവേയുടെയും സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് ഹാലൻഡ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രൈക്കറെ കേന്ദ്രീകരിച്ച് നടക്കുന്ന അവരുടെ അറ്റാക്കുകളാണ്. പക്ഷേ നമുക്ക് അറിയാം, ഇംഗ്ലണ്ട് ഡിഫൻഡേഴ്സ് സ്റ്റോൺസ് ആയാലും ഗ്വേയി ആയാലും നിക്കോറൈലി ആയാലും ഹാലൻഡിനെ നല്ല പരിചയമുള്ള പ്ലെയേഴ്സാണ്. ഹാലൻഡിനെതിരെ എങ്ങനെ കളിക്കണം, ഹാലൻഡിൻ്റെ സ്ട്രോങ് പോയിൻ്റ് എന്താണ്, വീക്ക് പോയിൻ്റ് എന്താണെന്ന് അറിയുന്ന പ്ലെയേഴ്സാണ്. അപ്പോൾ ഇംഗ്ലണ്ട് ഡിഫൻസ് ഈ ഒരു ഇതിൽ കുറച്ചും കൂടി എന്താ പറയുക, ബാക്കിയുള്ള ടീമിനേക്കാളും കുറച്ചും കൂടി ഇൻഫോർമേഷൻ കൂടുതൽ ഈ ഒരു ഇംഗ്ലണ്ട് ഡിഫൻസിന് ഹാലൻഡിനെ കുറിച്ചുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു നോർവേ അവരുടെ ആ ഒരു ശൈലി തന്നെയായിരിക്കും ഈ ഒരു മത്സരത്തിലേക്കും കൊണ്ടുപോകാൻ സാധ്യത. അതായത് എന്താണോ നിങ്ങളുടെ എതിർ ടീമുകൾ ഏതാണോ ബ്രസീലിന് പന്ത് കൊടുക്കും, ബ്രസീലിന് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കളിക്കുക, അതായത് ഇപ്പോൾ എങ്ങനെയാണോ, അതായത് കളി എങ്ങനെയാണെങ്കിലും കളിക്കുക, അവസാന നിമിഷം അല്ലെങ്കിൽ ഒരു ചാൻസ്, ഹാലൻഡിനൊരു ചാൻസ് ഉണ്ടാക്കി കൊടുത്താൽ ഹാലൻഡ് അടിക്കുന്നറിയാം. അപ്പോൾ ആ ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കലായിരിക്കും, ഏത് മിനിറ്റിലാണെങ്കിലും ആ ചാൻസ് ഉണ്ടാക്കി കൊടുക്കലായിരിക്കും നോർവേയുടെ എല്ലാ ഒരു പണി എന്ന് പറയുന്നത്. പക്ഷേ നോർവേയുടെ വൾണറബിലിറ്റി ബ്രസീലിനെതിരെ കണ്ടു കഴിഞ്ഞതാണ്. എങ്ങനെയാണ് ബ്രസീൽ ആ ചാൻസുകൾ ഉപയോഗിച്ചായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് വേറൊരു മാച്ച് തന്നെയായിരുന്നു. അപ്പോൾ എന്താണ് വൾണറബിലിറ്റി എന്നുള്ളത് ആ മാച്ചിൽ കണ്ടതാണ്. നോർവേയുടെ ചാൻസുകൾ കിട്ടി കഴിഞ്ഞാൽ അടിക്കാൻ പറ്റിയ പ്ലെയേഴ്സ് ഇംഗ്ലണ്ടിൻ്റെ പക്കലുണ്ട്. ഹാരി കെയ്ൻ ആയാലും ജൂഡ് ബെല്ലിംഗാം ആയാലും സാക്കെ ആയാലും ഇവരൊക്കെ ഒരു ചാൻസ് കിട്ടിയാൽ ഗോൾ അടിക്കാൻ പറ്റിയ പ്ലെയേഴ്സാണ്. അപ്പോൾ എന്തായിരിക്കും ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഈ ഒരു മാച്ചിൽ ഇംഗ്ലണ്ടിൻ്റെ അപ്രോച്ചിലെ പ്രത്യേകം ആദ്യം നമ്മൾ നോർവേയുടെ കേസ്, നമ്മൾ എപ്പോഴും ഹാലൻഡ് ഓറിയൻറ്റഡ് മാച്ചാണ് എന്നുള്ളത് നമുക്കറിയാം. ഏത് ടീമിനും അറിയാം, അത് ഹാലൻഡിലേക്ക് ഒരു പന്തെത്തിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം. അത് ഹാലൻഡിന് ഒരു പാസ് എന്നുള്ളതാണ് കോച്ചിൻ്റെ പ്രധാന ലക്ഷ്യം. എന്നാലും അവർക്ക് ഹാലൻഡിനെ പിടിക്കാൻ പറ്റുന്നില്ല. നമ്മൾ നേരത്തെ മെസ്സിയെ പറഞ്ഞ പോലെയാണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലൻഡ് എപ്പോഴാണ് ആ സ്കോർ ചെയ്യാൻ വരുന്നത് നമുക്കറിയില്ല. 90 മിനിറ്റ്സ് വേണ്ട അയാൾക്ക്, ഒരു 90 സെക്കൻഡ് വേണ്ട, ഒരു 10 സെക്കൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ആളുടെ ഒരു പൊസിഷൻ ചെയ്യും, സ്കോർ ചെയ്യുകയും ചെയ്ത് പോകുന്നതാണ്. നമ്മൾ ബ്രസീലിനെതിരെയുള്ള മത്സരം മാത്രം എടുക്കാം. ആദ്യത്തെ ഒരു 75 മിനിറ്റോളം ഹാലൻഡ് പലപ്പോഴും ഫൈനൽ തേർഡിൽ ബോൾ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഹാലൻഡിന് അതിനേക്കാൾ കൂടുതൽ ടച്ച് സ്വന്തം ബോക്സിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു നിർബന്ധിത മൊമെൻറ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ കൃത്യമായ നിർണായക മൊമെൻറ്റ് വരുമ്പോൾ
ഹാളൻഡ് അവിടെ എത്തുന്നുണ്ട്, ഹാളൻഡ് അവിടെ സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു ചെറിയ മൊമെൻറ്റിൽ എക്സ്പ്ലോസീവ് ആവുന്നൊരു പ്ലെയർ കയ്യിലുള്ളത്, എത്ര പരിചയസമ്പന്നമായ ഡിഫൻഡർ, എത്ര കാലം കൂടെ കളിച്ച ഡിഫൻഡർ ആണെങ്കിൽ കൂടി ആൾക്കറിയാം. കാരണം നമ്മൾ ഈ പറയുന്ന ഹാളൻഡിൻ്റെ വീക്ക്നെസ് എന്താണെന്ന് അവർക്ക് അറിയുന്നതിലപ്പുറത്തേക്ക് സകല ഡിഫൻഡേഴ്സിനും അറിയാം. അവരുടെ വീക്ക്നെസ് ഹാളൻഡിനും അറിയാം, ഹാളൻഡ് അതിലേറെ അറിയാം. അപ്പോൾ ഒരു സ്ട്രൈക്കർക്ക് ഒരു ഡിഫൻഡറുടെ വീക്ക്നെസ് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മേലുള്ള അഡ്വാൻറ്റേജ് നന്നായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ബ്രസീൽ മാച്ചിലെ ഹാളൻഡിൻ്റെ കാര്യം പറയാം. ഈ ബ്രസീൽ വേഴ്സസ് നോർവേ വന്നപ്പം ആളുകൾ പറഞ്ഞതിനൊരു ക്ലാഷ് എന്ന് പറഞ്ഞാൽ ഗബ്രിയൽ മഗല്ലസ് വേഴ്സസ് ഹാളൻഡ് ആയിരിക്കും. കാരണം പ്രീമിയർ ലീഗിൽ മഗല്ലസ് എങ്ങനെ ഹാളൻഡിനെ പൂട്ടുന്നു നമ്മൾ നന്നായി കണ്ടതാണ്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ളൊരു ക്ലാഷ് പലപ്പോഴും നമ്മൾ കണ്ടതാണ്. പക്ഷെ ആ ഗോൾ ശ്രദ്ധിക്കുക, ഗബ്രിയൽ മഗല്ലസിൻ്റെ ഒപ്പം ചാടിയിട്ടാണ് ഹാളൻഡ് അവിടെ സ്കോർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഫ്രെയിമിൽ 2 താരങ്ങൾ ഒരുമിച്ചുണ്ട്. അതായത് ഹാളൻഡിനെ അത്ര പെട്ടെന്നൊന്നും അങ്ങനെയൊന്നും തടയാൻ പറ്റില്ല. എന്നിരുന്നാലും ഇംഗ്ലണ്ടിൻ്റെ ഡിഫൻസ് നമ്മൾ പറയാലോ കേട്ടോ. കാരണം ഹാളൻഡ് എന്നുള്ള പ്ലെയറുടെ ക്വാളിറ്റി അങ്ങനെയാണ്, അയാൾക്കൊരു ചെറിയ മൊമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ സ്കോർ ചെയ്യും. എന്നാൽ ഞാൻ പറയുന്നത് ഇംഗ്ലണ്ട് ഹാളൻഡിലേക്കുള്ള സപ്ലൈ കട്ട് ചെയ്യുക എന്നുള്ള രീതി. നമ്മൾ എന്താണോ ഹാളൻഡ് പ്ലെയറിനെ നിർവീര്യമാക്കുക എന്നുള്ളത്, ഹാളൻഡിലേക്കുള്ള സപ്ലൈ കട്ട് ചെയ്യുക എന്നുള്ളത്. ആ പരിപാടി ഇംഗ്ലണ്ടിൻ്റെ മിഡ്ഫീൽഡ് നന്നായി എടുക്കും എന്നുള്ളതാണ്. ഇംഗ്ലണ്ടിലെ ഡെക്ലൻ റൈസിൻ്റെയും എലിയട്ട് ആൻഡേഴ്സൻ്റെയും പ്രധാന പരിപാടി ഈ മത്സരത്തിൽ മിഡ്ഫീൽഡിൽ നിന്നും എന്തെങ്കിലും ഒരു പാസ് ഹാളൻഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാളൻഡ് നമ്മൾ ഈ ഹാരി കെയ്നൊക്കെ പറയും പോലെ പിന്നിലേക്ക് ഇറങ്ങി കാര്യമായി ക്രിയേറ്റ് ചെയ്ത് വരുന്നൊരു ടൈപ്പ് ഓഫ് പ്ലേ അല്ല ഹാളൻഡ് കളിക്കുന്നത്. സിറ്റിയിൽ ഒരു പക്ഷേ അത് നടത്തിയിട്ടുണ്ടാവും, അത് ഗാർഡിയോളയുടെ സിസ്റ്റമായിരുന്നു. ഇവിടേക്ക് എത്തുമ്പോൾ ആ സിസ്റ്റം അല്ല അവർ കളിക്കുന്നത്. നമ്മൾ കണ്ടതാണ് ഫസ്റ്റ് ഹാഫിൽ, ഇപ്പം ബ്രസീലിനെതിരെയുള്ള ഫസ്റ്റ് ഹാഫിൽ നുസക്കും സൊർലോത്തിനും ഹാളൻഡിലേക്ക് ബോൾ എത്തിക്കാൻ പറ്റില്ല എന്നുള്ള കാരണം കൊണ്ട് മാത്രം അവരുടെ 2 ബെസ്റ്റ് അറ്റാക്കേഴ്സിൻ്റെ ഹാഫ് ടൈമിൽ പിൻവലിക്കുക ചെയ്യുന്നത്, പുതിയ ആളുകളെ കൊണ്ടുവരിക ചെയ്യുന്നത്. ഇപ്പോൾ ഷെൽഡ്രോപ്പിനെയും ഓസ്കാർ ബോബിനെയൊക്കെ കൊണ്ടുവരുന്നത്. അപ്പം ഹാളൻഡിലേക്ക് നിങ്ങൾ ബോൾ എത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ബെഞ്ചിലിരിക്കുക, അതിന് പറ്റുന്ന ആളുകളെ ഞാൻ ഇറക്കാം. അതാണ് കോച്ചിൻ്റെ രീതി എന്നുള്ളത്. ഇംഗ്ലണ്ടിൻ്റെ അപ്രോച്ച് നേരെ തിരിച്ചായിരിക്കും. നമുക്കറിയാം നോർവേയുടെ ഒരു വൾണറബിലിറ്റി എന്നല്ല, നമ്മൾ ഈ അറ്റാക്കിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ളൊരു ചെറിയ വീക്ക് ലിങ്ക് എന്നുള്ളത് അവരുടെ ഡിഫൻസിൻ്റെ ഓറിയൻറ്റേഷനാണ്. ആ ഡിഫൻസിനെ പൊളിക്കാനുള്ള ആളുകളെ പറഞ്ഞയക്കുന്നതായിരിക്കും പരിപാടി. അതായത് ജൂഡ് ബെല്ലിംഗ്ഹാം ഒരറ്റത്ത് കയറുന്നു, മറുപുറത്ത് ഹാരി കെയ്ൻ ഉണ്ടാവുന്നു. വിങ്ങിലുള്ളത് നമുക്ക് പറയാൻ പോലും പറ്റില്ല ആരൊക്കെയായിരിക്കും. ഒരു പക്ഷേ സാക്കയുണ്ട്, റാഷ്ഫോർഡ് ആവും, മഡ്വെക്കെ ഉണ്ട്, ഇനി ഗോർഡൻ ആവാം. ഇത്തരത്തിൽ ആരെയാണോ പറഞ്ഞയക്കുന്നത് അവരുണ്ടാകും. അതിൻ്റെ പുറമെ മിഡ്ഫീൽഡിൽ നിന്ന് ഒരു പക്ഷേ ചിലപ്പോൾ എലിയട്ട് ആൻഡേഴ്സണോ റൈസോ ആവശ്യത്തിനനുസരിച്ച്. അപ്പോൾ ഈ ഡിഫൻസിൽ ഒരു 4 ആളുകൾക്ക് മേലെ ഒരു എക്സ്ട്രാ 4 അറ്റാക്കേഴ്സിനെ പറഞ്ഞയക്കാം. ഒരു 4 അറ്റാക്കർമാരെ വെച്ച് കളിക്കുന്ന രീതിയായിരിക്കും ഇംഗ്ലണ്ട് എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇംഗ്ലണ്ടിൻ്റെ ഡിഫൻസിൽ ഒരുപാട് ആശങ്കകളുണ്ട്. ഇപ്പോൾ റൈറ്റ് ബാക്കിൻ്റെ കേസിൽ ആരായിരിക്കും വരിക, എന്തായിരിക്കും അവരുടെ രീതി, എങ്ങനെ ആയിരിക്കും അവർ അപ്രോച്ച് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിലും ഇംഗ്ലണ്ട് അവരുടെ ഏറ്റവും കോർ സ്ട്രെങ്തായ അറ്റാക്കിനെയും മിഡ്ഫീൽഡിനെയും യൂസ് ചെയ്തിട്ട് അവിടെ ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാം. 4 ഡിഫൻഡേഴ്സിൻ്റെ മേലെ ഒരു 4 അറ്റാക്കേഴ്സിനെ, ഒരു 4 അറ്റാക്കേഴ്സ് 4 അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന 4 പ്ലേയേഴ്സിനെ, ഒരു 5 പ്ലേയേഴ്സിനെ ലോഡ് ചെയ്തിട്ട് ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് എടുക്കുക എന്നുള്ളതായിരിക്കും പ്രധാന പരിഗണന. കാരണം അവർ നല്ല ഫിസിക്കൽ ഗെയിം കളിക്കുന്ന പ്ലേയേഴ്സാണ് നോർവേയിലുള്ളത്. നമ്മൾ എത്ര തന്നെ ഡിഫൻഡേഴ്സിന് വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഫിസിക്കൽ ഗെയിം കളിക്കുന്ന പ്ലേയേഴ്സാണ്. അതുകൊണ്ട് തന്നെ നല്ല ഹാർഷായിട്ടുള്ള ടാക്കിളുകളോ അല്ലെങ്കിൽ നല്ലൊരു ബ്ലോക്കോ പ്രതിരോധങ്ങളോ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് എന്നുള്ളത് അറ്റാക്കിംഗ് സോളിൽ നിർബന്ധമുള്ള കേസാണ്. അപ്പം ബെല്ലിംഗ്ഹാമിനുള്ള പ്ലേയേഴ്സ് ഇത്രയും സ്കോർ ചെയ്യുന്ന, അത്രയും അസിസ്റ്റ് ചെയ്യുന്ന, അത്രയും നന്നായി പെർഫോം ചെയ്യുന്ന 3 മാൻ ഓഫ് ദ മാച്ച് ഒക്കെ ഉണ്ട് 5 മത്സരത്തിൽ ബെല്ലിംഗ്ഹാമിന്. അപ്പം അത്രയും നന്നായി കളിക്കുന്ന പ്ലേയേഴ്സ് അവിടെ ഉള്ള സ്ഥിതിക്ക് എന്തുകൊണ്ട് ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് എടുക്കുക എന്നുള്ളതായിരിക്കും ഇംഗ്ലണ്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് സ്കോർ ചെയ്യാം. കാരണം ഫസ്റ്റ് സ്കോർ ചെയ്തിട്ടില്ലെങ്കിൽ നോർവേയെ നമ്മൾ നന്നായി ഭയക്കണം. കാരണം നോർവേ ഒരു ഗോൾ എങ്ങാനും ആദ്യം അടിച്ചു കഴിഞ്ഞാൽ നോർവേ രീതികളെ മാറ്റും. ഹാളൻഡിന് പോലും ചിലപ്പോൾ ഒരുപക്ഷെ പന്ത് കിട്ടിക്കോണമെന്നില്ല പിന്നെ. കാരണം പിന്നീട് അവർ പ്രതിരോധിക്കും. കാരണം അവരെ നയിക്കുന്ന ഒരു സാധനം 28 വർഷത്തിന് ശേഷം വന്നൊരു വേൾഡ് കപ്പിൽ അവസരമാണ്. അതിന് ഞങ്ങൾ മാക്സിമം നന്നായി കളിച്ചിട്ടേ പടിയിറങ്ങും എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിനും അതെ കേട്ടോ, 66 ശേഷം ഒരു വേൾഡ് കപ്പ് എന്നുള്ളൊരു ലക്ഷ്യം കൊണ്ടാണ് അവർ വരുന്നത്. പക്ഷെ അതിലപ്പോഴത്തേക്ക് നമ്മളൊരു ഈ ടീമുണ്ടല്ലോ, ഫിസിക്കലായിട്ട് കളിക്കാൻ പറ്റുന്ന, ടാക്റ്റിക്കലായിട്ട് കളിക്കാൻ പറ്റുന്ന നോർവേ ആദ്യം ഒരു ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇംഗ്ലണ്ട് പ്രയാസപ്പെടും. അതായത് അവരെന്താ ചെയ്യാൻ പോകുന്നത് പിന്നീട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇംഗ്ലണ്ടിന് തിരിച്ചടിക്കാൻ ആളുകളുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ നോർവേ എങ്ങാനും പ്ലാനുകൾ മാറ്റി നമ്മൾ പറഞ്ഞ പോലെ ഒരു ലോ ബ്ലോക്ക് സെറ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങ് കളിക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നന്നായി പാടുപെടും പക്ഷേ ഇംഗ്ലണ്ട്. ഏതായാലും ഹാരി കെയ്ൻ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ജൂഡ് ബെല്ലിംഗ്ഹാം ഹാരി കെയ്ൻ ഓറിയൻറ്റഡ് ഒരു ടാറ്റിക്സ് തന്നെയായിരിക്കും ടുഷേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അതിലപ്പുറത്തേക്കൊരു പരീക്ഷണമോ മാറ്റങ്ങളോ അല്ലെങ്കിൽ ഒരു സർപ്രൈസോ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. വിങ്ങുകളിൽ ആര് എന്നുള്ളത് അത് മാത്രമാണ് നമ്മളെ സർപ്രൈസ്.
കാരണം ഇന്ന് വരെ ഒരൊറ്റ മാധ്യമവും ഇംഗ്ലണ്ടിൻ്റെ ലൈനപ്പ് പ്രഡിക്റ്റ് ചെയ്ത് ശരിയായിട്ടില്ല. സാക്കയെ പ്രതീക്ഷിക്കുമ്പോൾ വഡ്വേക്കയെ കൊണ്ടുവരും, ഗോർഡൻ ഇറങ്ങുമെന്ന് പറയുമ്പോൾ റാഷ്ഫോർഡിനെ കൊണ്ടുവരും. ഇനി റാഷ്ഫോർഡ് നന്നായി കളിച്ച് അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ പ്ലേയേഴ്സ് ഒന്നും ആയിരിക്കില്ല, ചിലപ്പോൾ വേറെ ആളെ കൊണ്ടുവരും. അപ്പം ടുഷേലിൻ്റെ രീതികൾ നമ്മൾ പറഞ്ഞ പോലെ ടുഷേലിന് മാത്രം അറിയുന്ന രീതികളാണ്. ടുഷേലിൻ്റെ ലൈനപ്പും ടീം സെലക്ഷനും ഒക്കെ ടുഷേലിന് മാത്രമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് എങ്ങനെ വരുമെന്നുള്ളത് നോർവേക്ക് ഇപ്പോഴും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, നമുക്കും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വന്ന് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ബിഗ് ക്ലാഷ്, രണ്ട് ടീമുകൾ തമ്മിലുള്ള രണ്ട് നല്ല പ്രോപ്പർ സ്ട്രൈക്കർമാർ തമ്മിലുള്ള രണ്ട് ക്ലാഷ് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏറ്റവും ഈ മത്സരത്തിൽ പെടാൻ പോകുന്നത് രണ്ട് ടീമിൻ്റെ ഡിഫൻഡർമാരും ഗോൾ കീപ്പർമാരുമായിരിക്കും. ഈ രണ്ട് ഗോൾ കീപ്പർമാരും ഞാൻ പറയുന്നത് ഏറ്റവും നല്ല ഫോമിലാട്ടോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്ന് നൈലാൻഡാണ്. നൈലാൻഡ് കഴിഞ്ഞ മത്സരത്തിൽ എങ്ങനെ ഹീറോ ആയി നമ്മൾ കണ്ടതാ. കാരണം ഒരു പെനാൽറ്റി തട്ടിയത് മുതലേക്ക് അങ്ങോട്ടേക്ക് നൈലാൻഡിനെ കടന്ന് പിന്നെ ഒരു ബോൾ പോലും പോയിട്ടില്ല. അതായത് എണ്ണം പറഞ്ഞ് എത്ര ഷോട്ടുകളാണ് അയാൾ തട്ടിയത് നോക്കണം. ആ ഒരു പ്ലെയറിൻ്റെ പേര് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ മത്സരം കാരണം അയാൾ സെവിയയിൽ സെക്കൻഡ് കീപ്പർ ആയിരുന്നു. അയാൾ ഈ വർഷം ടീം മാറാനുള്ള ആള് ഫ്രീ ഏജന്റാണ്, ടീം മാറാൻ നോക്കണം. കാരണം സെവിയയിൽ അവസരങ്ങൾ കിട്ടുന്നില്ല. നമ്മൾ പറഞ്ഞത് അത്തരം അവസരം കിട്ടാതെ കാര്യമായ ഒരു ക്ലബ് സീസൺ കളിക്കാതെ വന്നൊരു പ്ലെയർ ഒരു ബിഗ് സ്റ്റേജിൽ ബ്രസീലിനെതിരെ ഈ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അപ്പം അയാളുടെ ഒരു നല്ല ഫോമിലാണ് നിൽക്കുന്നത്. മറുപുറത്ത് പിക്ഫോർഡിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ മെക്സിക്കോ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം കൂടി നമ്മൾ നോക്കണം. നമ്മൾ പറയും മെക്സിക്കോ ഗോൾ അടിച്ചില്ലേ, കൺസീഡ് ചെയ്തില്ലെന്ന് പിക്ഫോർഡ്. പക്ഷേ മെക്സിക്കോ ചെയ്ത അറ്റാക്കും അവർ അടിച്ച ഗോളുകളുടെ എണ്ണവും പ്രപ്പോർഷനും നോക്കണം. അതൊരു 15 അറ്റാക്കിന് 2 ഗോളൊക്കെ കഴിക്കും ഒരു പക്ഷേ മെക്സിക്കോ അടിച്ചിട്ടുണ്ടാവുക. അതിലപ്പുറത്തേക്ക് പലതും പിക്ഫോർഡിൻ്റെ കൈകളിൽ തട്ടിത്തെറിച്ച് പോയതാണ്. അതുകൊണ്ട് തന്നെ രണ്ട് നല്ല ഗോൾ കീപ്പർമാരുള്ള രണ്ട് ടീമുകൾ, ഡിഫൻസിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള രണ്ട് ടീമുകൾ, നല്ല 2 AMFകളുള്ള രണ്ട് ടീമുകൾ, നല്ല പ്രോപ്പർ കിടില 2 സ്ട്രൈക്കർമാരുള്ള ടീമുകൾ, പിന്നെ ആര് വരുമെന്ന് ഉറപ്പില്ലാത്ത 2 വിങ്ങർ പൊസിഷനിലുള്ള 2 ടീമുകൾ. അതുകൊണ്ട് തുല്യ ശക്തികളെന്നൊന്നും പറയുന്നില്ല, പക്ഷേ തുല്യ രീതികളുള്ള 2 ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നമുക്ക് പലതും പ്രതീക്ഷിക്കാം. ഒരു അട്ടിമറി, നോർവേ ജയിച്ചു കഴിഞ്ഞാൽ ഒരു അട്ടിമറി എന്ന് പ്രതീക്ഷിക്കാം. ഇംഗ്ലണ്ട് നോർവേ മത്സരം പറയുമ്പോൾ നമ്മളിങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഒരേ ശൈലിയായിരിക്കും എന്നുള്ളത്. അത് തന്നെയാണ്. അതായത് ഹാരി കെയ്ൻ നമുക്കറിയാം ഈ പറഞ്ഞ പോലെ കോങ്കോക്കെതിരെയുള്ള മത്സരത്തിൽ ആകെ അതായത് ആ 2 മൊമെൻ്റ് ഓഫ് ബ്രില്യൻസിൽ അദ്ദേഹം ആ ഗോൾ അടിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് അപ്പുറത്തും ഹാളൻഡും ചെയ്യാൻ സാധ്യതയുള്ളത്. അതായത് ആ 2 മൊമെൻ്റ് ഓഫ് ബ്രില്യൻസ് മതി. ഹാളൻഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാളൻഡ് ഒരു ആ ഡിഫൻസ് ലൈനിൽ നിന്ന് കുറേ ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് അദ്ദേഹം നിൽക്കുക. അപ്പോൾ ആ ഡിഫൻഡർക്ക് എന്താണ് 2 പണിയാണ്. ബോൾ എങ്ങനെ വരുന്നു കൂടി നോക്കണം, ഹാളൻഡ് എവിടെയാണെന്നും കൂടി നോക്കണം. ഹാളൻഡ് നോക്കി ബോൾ നോക്കുമ്പോഴേക്കും ഹാളൻഡ് പോയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഹാളൻ്റെ ഒരു സ്കില്ലെന്ന് പറയുന്നത്. ഹാരി കെയ്ൻ അതേപോലെ, ഹാരി കെയ്ൻ അവിടെ ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഗോൾ അടിക്കാൻ അങ്ങോട്ട് എത്തുകയും ചെയ്യും. ഹാരി കെയ്ൻ ബാക്കിലുണ്ടായിരിക്കും, ആ അറ്റാക്ക് ഇനി തുടങ്ങുന്നത് ഹാരി കെയ്ൻ ആയിരിക്കും, അപ്പുറത്ത് ഗോൾ അടിക്കുന്നത് ചിലപ്പോൾ ഹാരി കെയ്ൻ ആയിരിക്കും. അപ്പോൾ ഹാരി കെയ്ൻ ഈ ബെല്ലിംഗാമിനെ പൂട്ടിക്കഴിഞ്ഞാൽ ഹാരി കെയ്ൻ ഇറങ്ങി വരും, ഹാരി കെയ്ൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ രണ്ടും സാധ്യത പറ്റിയ പ്ലെയറാണ് ഹാരി കെയ്ൻ. സോ ഹാരി കെയ്ൻ വേഴ്സസ് ഹാലൻഡ് എന്ന് പറയുന്നത് ഹാരി കെയ്ൻ വേഴ്സസ് നോർവേ ഡിഫൻസ്, ഹാലൻഡ് വേഴ്സസ് ഇംഗ്ലണ്ട് ഡിഫൻസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഈ രണ്ട് ടീമിൻ്റെ അപ്രോച്ചിൽ ഞാൻ കാണുന്ന ഒരൊറ്റ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നോർവേ ഒരു പക്ഷേ 80 മിനിറ്റോളം ചിലപ്പോൾ എന്ത് ചെയ്യും, ഒന്ന് റിസർവായിരുന്ന് അവസാന 10 മിനിറ്റിൽ ഫുൾ എനർജി, നമ്മൾ പറയുമ്പോൾ ഇതുവരെ കാത്തു വെച്ച എല്ലാ എനർജിയും കൂട്ടി വെച്ചിട്ട് അവസാനം എടുത്ത് പ്രയോഗിച്ച് അവസാനം ഒരു ഗോൾ അടിച്ചിട്ട് പിന്നെ അങ്ങോട്ടേക്ക് ഒരു അവസരം കൊടുക്കാതെ അതുവരെ എക്സോസ്റ്റ് ആയി നിൽക്കുകയായിരിക്കും ഇംഗ്ലണ്ടിൻ്റെ പ്ലേയേഴ്സൊക്കെ. അപ്പോൾ അത്തരം ഒരു രീതിയായിരിക്കും നോർവേ അഡാപ്റ്റ് ചെയ്യാനുള്ള സാധ്യത. കാരണം നോർവേക്ക് ഒരിക്കലും ഒരു ഫുൾ മാച്ച് അല്ലെങ്കിൽ ഫുൾ മാച്ച് 100% ഓടി കളിക്കാൻ നോർവേയെ കൊണ്ട് പറ്റില്ല. നേരെ മറിച്ച് ഇംഗ്ലണ്ട് അങ്ങനെ ആയിരിക്കില്ല. ഇംഗ്ലണ്ട് എവരി മൊമെൻറ്റ് അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമമായിരിക്കും, എവരി മൊമെൻറ്റിൽ ഗോൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമിക്കും. കാരണം ഇംഗ്ലണ്ടിന് ഈ ടീം, നമ്മൾ ഇംഗ്ലണ്ടിനെ എപ്പോഴും വിമർശിക്കുന്ന ഒരു കാര്യമാണ്, നല്ല ടീമുമായി വരും, നല്ല പ്രതീക്ഷകളുമായിട്ട് വരും, എന്നിട്ട് മോശം പെർഫോമൻസ് എടുത്ത് മടങ്ങിപ്പോവും, അല്ലെങ്കിൽ ഭാഗ്യക്കേട് കൊണ്ട് പുറത്തേക്ക് പോകും. യൂറോ കപ്പിലും വേൾഡ് കപ്പിലൊക്കെ ഇംഗ്ലണ്ടിൻ്റെ പ്രകടനങ്ങൾ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ ഈ വർഷം ഇംഗ്ലണ്ടിൻ്റെ പെർഫോമൻസ് ഉണ്ട്. അതായത് എവരി മാച്ചിൽ അവർ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യുന്നത്, ഓപ്പണൻസ് ടൈറ്റ് ആവുന്നതിനനുസരിച്ച് ഇവരുടെ പെർഫോമൻസ് ടൈറ്റ് ആക്കുന്നത്. ഇപ്പം കോങ്കോ അവർക്കെതിരെ നന്നായി കളിച്ചു, സ്കോർ ചെയ്തു, തുടക്കത്തിലെ സ്കോർ ചെയ്തു, അവസാനം വരെ പിടിച്ചിരിക്കാൻ നോക്കി, പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ അടിച്ചില്ലേ. മെക്സിക്കോ ഒരു 1 മാൻ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു മെക്സിക്കോക്ക്. 57-ാം മിനിറ്റിൽ റെഡ് കാർഡ് വേണം. അതിനുശേഷം അരമണിക്കൂർ അത്രയും ശക്തമായ മെക്സിക്കൻ ക്രൗഡിനെതിരെ മെക്സിക്കൻ ഗ്രൗണ്ടിൽ അസ്റ്റക്കയിൽ വീഴാത്ത മെക്സിക്കോയെ അസ്റ്റക്കയിൽ വീഴ്ത്തി 10 ആളെ വെച്ച്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. അതായത് ഇംഗ്ലണ്ട് വൺ ഓഫ് ദ ബെസ്റ്റ് വേൾഡ് കപ്പ് ക്യാമ്പയിൻസ് ആണ് റീസെൻറ്റ് ടൈംസിലെ, വൺ ഓഫ് ദ ബെസ്റ്റ് വേൾഡ് കപ്പ് ക്യാമ്പയിൻസ് ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്വാഡ്സ് ആണ്, എല്ലാ പൊസിഷനിലും നല്ല നല്ല പ്ലെയേഴ്സ് ഉള്ള ഒരു ടീമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ്, എങ്ങനെ കിക്ക് ഓഫ് മുതൽക്ക് ഫൈനൽ വിസിൽ വരെ ഓരോ സെക്കൻഡിലും ഇംഗ്ലണ്ട് അറ്റാക്ക് ചെയ്യുക,
ഇംഗ്ലണ്ട് സ്കോർ ചെയ്യുക, പരമാവധി അടിക്കുക എന്നുള്ളത്. കാരണം കരിയർ ബെസ്റ്റ് മറ്റേ വേൾഡ് കപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഹാരി കെയ്ൻ അവർക്കുണ്ട്. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പിൽ ടോപ്പ് സ്കോർ ആയപ്പം ഹാരി കെയ്ൻ 6 ഗോളുകൾ കണ്ടാണ്. ഈ വർഷം ഏതാണ്ട് ആ ഒരു ടാലി ആളെത്താനായിരിക്കും, അല്ലെങ്കിൽ 6 ഗോളുകൾ അടിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരത്തിലൊരു ബെസ്റ്റ് ഫോമിൽ നിൽക്കുന്ന ഹാരി കെയ്ൻ ആൾക്കാരുടെ കയ്യിലുണ്ട്. ജൂഡ് ബെല്ലിംഗ്ഹാം, നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ കുപ്പം അതിൽ ബെല്ലിംഗ്ഹാമിൻ്റെ പേരോ അല്ലെങ്കിൽ റോളിൻ്റെ കാര്യം പറയണ്ട, പക്ഷേ ബെല്ലിംഗ്ഹാമും അതീവ ഫോമിലാണ്. അതായത് ബാക്കി പ്ലെയേഴ്സിനൊക്കെ, ബാക്കി മിഡ്ഫീൽഡർമാരൊക്കെ, ബാക്കി ടീമിൻ്റെ മിഡ്ഫീൽഡേഴ്സ് നമ്മൾ നോക്കുക, എത്ര മിഡ്ഫീൽഡർമാർ. പോലീസ് ഒരു മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് വാങ്ങുന്നത് നമ്മൾ കണ്ടു, പക്ഷേ ഒരു 3 മാൻ ഓഫ് ദ മാച്ചൊക്കെ വാങ്ങുന്ന രീതിയിലേക്കൊക്കെ ബെല്ലിംഗ്ഹാം വളരുന്ന നമ്മൾ. അപ്പം ഇംഗ്ലണ്ട് വെരി ഫസ്റ്റ് മൊമെൻറ്റ് മുതൽ ലാസ്റ്റ് വരെ അറ്റാക്ക് ചെയ്ത് കളിക്കുകയും, നേരെ മറിച്ച് നോർവേ എന്ത് ചെയ്യുന്നു, അവസാന മിനിറ്റിൽ ചിലപ്പോൾ ഒരു പക്ഷേ അറ്റാക്ക് നടത്തി ഇംഗ്ലണ്ടിനെ തീർക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കും വരിക. അതന്നെ, അതായത് ഇംഗ്ലണ്ടിൻ്റെ ഫയർ പവർ അറ്റാക്ക് ആയിരിക്കും, അതിനെ നോർവേ എങ്ങനെ തടയുന്നു നോക്കുക. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആ കോമ്പിനേഷനും ഉണ്ട്. അതായത് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ഒരു ഇംഗ്ലണ്ട് വേഴ്സസ് അർജൻറ്റീനയാണ്. അത് നമുക്കറിയാം, ഒരു വലിയ ഹിസ്റ്ററിയുള്ളൊരു ഒരു കോമ്പിനേഷനാണത്. ഹാൻഡ് ഓഫ് ഗോഡ് മുതലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ എങ്ങനെ വരും നമുക്ക് കാത്തിരുന്ന് കാണാം.